പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ചു. ഓഗസ്റ്റ് 12 വരെ ചേരുന്ന സഭാ സമ്മേളനത്തിൽ വ്യോമയാന നിയമ ഭേദഗതി ഉൾപ്പെടെ 6 ബില്ലുകൾ സർക്കാർ അവതരിപ്പിക്കും. നാളെ അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റ് വികസിത ഭാരതത്തിന്റെ അടിത്തറയാകുമെന്നും അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയാണ് ഭാരതമെന്നും പാർലമെന്റ് സമ്മേളനത്തിന് മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഓഗസ്റ്റ് 12 വരെ നീണ്ടുനിൽക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. നാളെ അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റ് വികസിത ഭാരതത്തിന്റെ അടിത്തറയാകുമെന്ന് സമ്മേളനം ആരംഭിക്കുന്നതിനു മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അടുത്ത 5 വർഷത്തേക്ക് രാജ്യത്തിന് ദിശാബോധം നൽകുന്നതാകും ബജറ്റെന്നും 2047 വരെയുള്ള മാർഗരേഖ തയ്യാറാക്കിയാണ് സർക്കാരിന്റെ പ്രവർത്തനമെന്നും അദ്ദേഹം പറഞ്ഞു. സാമ്പത്തിക മേഖലയിൽ ഭാരതം അതിവേഗം കുതിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 8% സാമ്പത്തിക വളർച്ച നേടാൻ നമുക്ക് സാധിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ये बजट अमृत काल का एक महत्वपूर्ण बजट है. हमारे उन 5 साल के कार्य की दिशा भी तय करेगा और ये बजट 2047 जब आजादी के 100 साल होंगे तब विकसित भारत का जो हमारा सपना है उस सपने को पूरा करने की मजबूत नींव वाला बजट लेकर के हम कल देश के सामने आएंगे. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ രാഷ്ട്രീയത്തിനപ്പുറം എല്ലാ പാർലമെന്റ് അംഗങ്ങളും രാജ്യത്തിന്റെയും ജനങ്ങളുടെയും ഉന്നമനത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. വ്യോമയാന നിയമ ഭേദഗതി ഉൾപ്പെടെ 6 ബില്ലുകൾ ഈ സമ്മേളന കാലയളവിൽ സർക്കാർ അവതരിപ്പിക്കും. ജനം, ഡൽഹി.